ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മാരുതി സുസുക്കി ബലെനോ. ബലെനോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പേരാണ്. 1999 മുതൽ 2007 വരെ മാരുതി സുസുക്കി തന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സെഡാൻ വെഹിക്കിളാണ് ബലെനോ എന്ന് പറഞ്ഞ കാറ്. ഈ ഒരു ജനറേഷനിലേക്ക് മാറിയപ്പോൾ ഹാച്ച് ബാക്കായി പുതിയ ബലെനോ വന്നു. ഒട്ടേറെ സവിശേഷതകളാണ് ഈ പുതിയ ബലെനോയിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പുതിയ ബലെനോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ ഓൺ റോഡ് പ്രൈസും ഫീച്ചേഴ്സും തുടങ്ങിയ കാര്യങ്ങളാണ്. പുതിയ മാരുതി ബലെനോയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,86,000 രൂപ മുതൽ 11,55,000 രൂപ വരെയാണ്. നമുക്ക് ഈ ഒരു കാറ് പെട്രോൾ വേരിയൻറ്റിലും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ഓപ്ഷനിലും അവൈലബിൾ ആണ്. മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു പുതിയ ബലെനോ നമുക്ക് അവൈലബിൾ ആണ്. പുതിയ ബലെനോയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് മാരുതി കൊടുത്തിട്ടുള്ളത്. K സീരീസ് എഞ്ചിനാണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അതാണ് ഇതിൻ്റെ വേറൊരു സവിശേഷതയായിട്ട് എടുത്ത് പറയേണ്ട കാര്യം. 1.2 ലിറ്ററാണ് എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. നമുക്കറിയാം ഇപ്പോൾ സ്വിഫ്റ്റിലും ഡിസൈറിലുമൊക്കെ മാരുതി മെല്ലെ 3 സിലിണ്ടറിലേക്ക് എഞ്ചിൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പവർ നൽകുന്ന ഒരു എഞ്ചിനാണ് മാരുതി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വിക്കായിട്ടുള്ള ആക്സലറേഷനും ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. 5 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാവുന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാർജ് ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജും നമുക്ക് ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയും ടോർക്കും ഒക്കെ ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ സവിശേഷതയായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ്. നമുക്ക് നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് കംഫർട്ട് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വാഹനം തന്നെയാണ് ഈ ഒരു പുതിയ ബലെനോ എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ ബലെനോ ആർക്കൊക്കെയാണ് സ്യൂട്ടാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹാച്ച് ബാക്ക് വാഹനം വാങ്ങാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം 5 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനുള്ള സ്പേസ് വേണം, ബൂട്ട് സ്പേസ് വേണം, അതുപോലെ തന്നെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ബാധ്യത വരാൻ പാടില്ല തുടങ്ങിയ കാറ്റഗറിയാണ് നിങ്ങളുടെ ഒരു ലിസ്റ്റിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടണം എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു പുതിയ ബലെനോ എന്ന് പറഞ്ഞത്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4 സിലിണ്ടർ എഞ്ചിനാണ്. 1197 cc ആണ് ഈ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. മാക്സിമം പവർ വരുന്നത് 6000 RPM 89.7 PS പവറാണ് വരുന്നത്. ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 4400 RPM 113 ന്യൂട്ടൺ മീറ്ററാണ് വാഹനത്തിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞത്. നമ്പർ ഓഫ് സിലിണ്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റേതായിട്ടുള്ള ടോർക്കും പവറും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ബാലൻസ്ഡ് ആയിരിക്കും. സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് തുടങ്ങിയ 4 സ്ട്രോക്കുകൾക്ക് കൃത്യമായി 4 സ്ട്രോക്കും ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ ചെയ്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറാണ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നത്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം വരുന്നത് EPS ആണ്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മെക്കാനിസമാണ്. റാക്ക് ആൻഡ് പെയിൻ സിസ്റ്റമുള്ള ഒരു മെക്കാനിസമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 37 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനുള്ളത്. ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ 22.35 അതുപോലെ തന്നെ AMTയിൽ 22.94 അത് CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 30+ ആണ് വാഹനം നൽകുന്ന ആ ഒരു മൈലേജ് എന്ന് പറഞ്ഞത്. ബ്രേക്കിംഗ് മെക്കാനിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രമ്മുമാണ് കൊടുത്തിട്ടുള്ളത്. മാക്പേഴ്സൺ സ്റ്റെട്ടാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ വരുന്നത്. റിയറിൽ ടോർഷൻ ബാറുമാണ് കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നത് 1410 കിലോഗ്രാമാണ്. വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 318 ലിറ്ററാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 4.85 മീറ്ററാണ്. സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വരുന്നത് 3990 മില്ലിമീറ്ററാണ്. വിഡ്ത്ത് വരുന്നത് 1745 മില്ലിമീറ്ററും ഹൈറ്റ് വരുന്നത് 1500 മില്ലിമീറ്ററുമാണ്. വീൽ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 2520 mm ആണ്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അതിൽ നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 5 സ്പീഡ് AMTയുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വിക്കായിട്ടുള്ളൊരു ഡെലിവറി മാനുവൽ ട്രാൻസ്മിഷനും കുഴപ്പമില്ലാത്ത ലാഗില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറി AMTയും നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് സുസുക്കിയുടെ നെക്സ ഷോറൂമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 7 കളറിലാണ് വണ്ടി നമുക്ക് മാർക്കറ്റിലുള്ളത്. ബ്ലൂ, ഗ്രേ, വൈറ്റ്, സിൽവർ, റെഡ്, ബീച്ച്, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്. ഈ ഒരു വാഹനം നമുക്ക് സുസുക്കി ടെക് ബോഡി ടെക്നോളജിയിലാണ് വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്,
ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. മാരുതിയുടെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള കെ സീരീസ് എഞ്ചിനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വേരിയബിൾ വാൾവ് ടൈമിംഗ് എഞ്ചിൻ VVT എഞ്ചിനാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സസ്പെൻഷനിലും കാര്യമായ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈടെക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത്. എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഗിയർ ഷിഫ്റ്റ്, റിയർ ഫാസ്റ്റ് ചാർജിങ് USB തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻറ്റുകളും അവൈലബിൾ ആണ്. സ്ലൈഡിംഗ് ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. LED ഫോഗ് ലാമ്പ്, 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വാഹനത്തിന് ഇൻബിൽഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 8 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു ഹാച്ച് ബാക്ക് വെഹിക്കിൾ, അത് പെട്രോൾ എഞ്ചിനാണ്, നിങ്ങൾ 4 സിലിണ്ടർ എഞ്ചിനുള്ള വാഹനമാണ് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയായിട്ട് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പ്രായമുള്ള ആളുണ്ട് അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള ആളുണ്ട്, നമുക്ക് സീറ്റിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നടുവിന് കുറച്ച് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ആ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും മാരുതിയുടെ കാര്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ ക്വാളിറ്റി സർവീസൊന്നുമല്ല, കാരണം വണ്ടികൾ കൂടുതലുണ്ട്. ഒരു ദിവസം സർവീസ് സെൻറ്ററിൽ കയറുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ നമുക്ക് ആക്സസിബിളാണ്. സർവീസ് സെൻറ്റർ നമുക്ക് വളരെ അടുത്ത് തന്നെ അവൈലബിൾ ആവും. അതിൻ്റെ പാർട്സുകൾ നമുക്ക് വലിയ പ്രൈസ് കൂടാതെ, മീൻസ് വളരെ ചീപ്പായിട്ടല്ല, കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു എക്സ്പെൻസ് വരാതെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കിട്ടും. പാർട്സുകൾ എല്ലാ സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആണ്. മൈലേജ് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കിട്ടും. മെയിൻ്റനൻസിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൂടുതൽ ബാധ്യതയൊന്നും ഈ ഒരു വാഹനങ്ങളിൽ നമുക്ക് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയൊരു വാഹനം വാങ്ങാവൂ. അപ്പോൾ നമ്മൾ പുതിയൊരു വാഹനം വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മൈലേജുമായി ബന്ധപ്പെട്ട് പല കസ്റ്റമേഴ്സും അല്ലെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ചോദിക്കും, ആ കാറിന് എനിക്ക് ഇത്രേ മൈലേജ് കിട്ടുന്നുള്ളൂ, അതിന് എനിക്ക് ഇത്ര കുറവാണ്, കൂടുതലാണെന്ന രീതിയിൽ കമൻറ്റ്സ് വരേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാഹനത്തിന് എങ്ങനെയാണ് മാക്സിമം മൈലേജ് കിട്ടുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ബലേനോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു പുതിയ ബലേനോ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ വാഹനം പർച്ചേസ് ചെയ്യുക. ഒരു വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് വാഹനമായിക്കോട്ടെ, അത് മാരുതിയോ ടാറ്റയോ ടൊയോട്ടോ ഏത് വാഹനമായാലും ശരി, കൃത്യമായി പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്തിരിക്കണം. കാരണം ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് അത് ഒരു സെയിൽ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സാധനം വാങ്ങുന്നു, അത് ഏറ്റവും പുതിയ മാനുഫാക്ചറിങ് ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു മന്തിൽ നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ സജഷൻസ്, അഭിപ്രായങ്ങളും ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക. ബലേനോ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള പോസിറ്റീവും നെഗറ്റീവ്സും കാര്യങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ്. അപ്പോൾ അത് ഈ ഒരു വാഹനം വാങ്ങാൻ പോകുന്ന കസ്റ്റമേഴ്സിന് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.